സ്നേഹത്തിൽ ഒരുമിച്ച് കൂട്ടുക എന്ന ദൗത്യത്തോടെ 2011 ഡിസംബറിൽ ഔദ്യോഗികമായി ഞങ്ങളുടെ ഇടവക വികാരിയായി ചാർജ് എടുത്ത പ്രിയപ്പെട്ട ജിജു അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജനോവ സ്റ്റാലിയൻസിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബെന്നി കാക്കനാട്ട്, ബഹുമാനപ്പെട്ട ബിജു അച്ച, ഫ്രാൻസിസ് അച്ച, ജ്ഞാനായ അസോസിയേഷൻ്റെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ബിജോയ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി കുടുംബം സമൂഹം വളരുന്നതിനനുസരിച്ച് ഓരോ വ്യക്തിയും വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. ഈ വളർച്ച വെറും ഒരു ശാരീരികമായ വളർച്ച മാത്രമല്ല, ആത്മീയമായ വളർച്ചയും ബുദ്ധിപരമായ വളർച്ചയും ശാരീരികമായ വളർച്ചയും എല്ലാം സമമായി മുന്നോട്ട് പോയില്ലെങ്കിൽ എവിടെയൊക്കെ കേടുപറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വളർച്ച അങ്ങ് നേരെ പോകില്ല, മുരടിച്ചു പോകുന്നതാണ്. എന്നാൽ തീർച്ചയായിട്ടും ജനോവ സ്റ്റാലിയൻസ് പുതിയതായിട്ട് ആരംഭിച്ചുള്ളൂ. ജന്മം ഇന്ന് ഔദ്യോഗികമായിട്ട് ജന്മമെടുക്കുകയാണ്. തുടക്കം കുറിച്ചിട്ട് ഏതാനും ദിവസങ്ങളായി അല്ലെങ്കിൽ ഏതാനും മാസങ്ങളായി, അതിനിടയിൽ തന്നെ വളരെ കാര്യക്ഷമമായ രീതിയിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇത്രയും വിവരിച്ച് കേട്ടതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഇതൊക്കെ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകമാവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജനോവ സ്റ്റാലിയൻസ് അതിൻ്റെ മുദ്രാവാക്യം തന്നെ ഐക്യം, സ്നേഹം, സാഹോദര്യം എന്നുള്ളതാണ്. ഈ ഒരു മുദ്രാവാക്യത്തിൽ ജീവിക്കാനായിട്ട്, ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനായിട്ട് ഇതിലുള്ള എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇവിടെ ആന്റണി വിശദീകരിച്ചതുപോലെ ജനോവ സ്റ്റാലിയൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മലയാളി സമൂഹത്തിന്റെ മലയാളം കൾച്ചർ, നമ്മുടെ നാട്ടിലുള്ള സ്വതസിദ്ധമായ നമ്മുടെ ശൈലികൾ, ഇതൊന്നും അന്യം വന്നു പോകാതെ കാത്തു സൂക്ഷിക്കുക. ഒപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറ, ഇവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾ ഒട്ടും മലയാളം വശമില്ലാതെ, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അത്ര പരിചയമില്ലാതെ പോകുന്നവർക്ക് ഒരു താങ്ങായി അവരെ പഠിപ്പിച്ച് നല്ല ഭാഷ ശുദ്ധി വരുത്താനായിട്ട്. ഒത്തിരി ഇറ്റാലിയൻ കൾച്ചറിൽ ജീവിക്കുമ്പോൾ ഇറ്റാലിയൻ ഭാഷ നമുക്ക് സൗകര്യമായിട്ട് നമുക്കിവിടെ വളരെ ഈസിയായിട്ട് കിട്ടുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ മലയാളം സംസാരിക്കാനായിട്ട്, മലയാളം ഭാഷ പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിവുള്ളവരാക്കി നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കാനായിട്ട് ഈ ജനോവ സ്റ്റാലിയൻസ് ഒത്തിരി പരിശ്രമിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഏറ്റവും വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഈ സെയിൻറ്റ് അൽഫോൺസ കമ്മ്യൂണിറ്റി, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ വന്ന ഏകദേശം 10 പേര് ആയപ്പോൾ മുതൽ നമ്മൾ ആരംഭിച്ചതാണ് നമ്മുടെ ജനോവയിലെ ഈ മലയാളി കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു പ്രവർത്തനം. പക്ഷെ അത് ഔദ്യോഗികമായിട്ട് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയുടേതായിട്ടുള്ള എല്ലാ രൂപഭാവങ്ങളൊക്കെ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വളർച്ചയുടെ ഭാഗത്ത് എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകൾ മൂലം ചിലർക്കൊക്കെ അത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളുവാനോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഈ ദിവസങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ ഒരിക്കലും ഒരു സമൂഹത്തെയോ ഒരു ഗ്രൂപ്പിനെയോ ഒരു അസോസിയേഷനെയോ ഒരു ക്ലബിനെയോ മാറ്റി നിർത്തിക്കൊണ്ടല്ല, എല്ലാവരും ഒന്നിച്ച് ഒരു സമൂഹമായിട്ട് ഐക്യത്തിൽ, സ്നേഹത്തിൽ, സാഹോദര്യത്തിൽ പോകണം എന്നുള്ളത് തന്നെയാണ് കമ്മ്യൂണിറ്റിയുടെയും സഭാപിതാക്കന്മാരുടെയും എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയുന്നത് അതേ സമയത്ത് ഉൾക്കൊള്ളാനായിട്ട്, പെട്ടെന്ന് തന്നെ അത് ഉൾക്കൊണ്ട് സ്വീകരിക്കാനായിട്ട് ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഞാനും അതല്ലെങ്കിൽ ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും സഭയും ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു സമൂഹമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഇവിടെ പല ക്ലബ്ബുകളുണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്, നമ്മളാണ് ഇതെല്ലാത്തിനും അംഗങ്ങൾ. നമ്മളില്ലെങ്കിൽ ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളൊന്നുമില്ല, കമ്മ്യൂണിറ്റി ഇല്ല, ക്ലബില്ല, അസോസിയേഷനിലൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ആദ്യം തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടായിരിക്കും.
ഇത് മറ്റുള്ളവരുടെ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ പല തെറ്റിദ്ധാരണകൾ ഇവിടെ ഒരു സ്വതന്ത്രമായിട്ട് ഒരു ഗ്രൂപ്പ് വന്നു അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് വന്നു ഒന്നും ഞാനങ്ങനെ കരുതുന്നില്ല. ഇവിടെ ഓൾറെഡി നമുക്കൊരു റോയൽ സ്റ്റാർസ് ക്ലബ്ബുണ്ട്, ഒരു മലയാളി ജനോവ മലയാളി അസോസിയേഷൻ ഉണ്ട്, മലയാളി അസോസിയേഷൻ ജനോവ, അങ്ങനെ ഒരു സംഗതി നേരത്തെ തന്നെ നമുക്ക് കൂടിയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഇതുവരെ നടത്തിയിരുന്നത്. പക്ഷെ അത് കാലഘട്ടം, ഞാൻ പറഞ്ഞല്ലോ, കുടുംബം വലുതാകുന്നു, സമൂഹം വലുതാകുന്നു, അതിനനുസരിച്ച് നമ്മൾ ഓരോ ഘട്ടങ്ങളും അടി കയറി മുന്നോട്ട് പോയില്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് നമുക്ക് ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ വളർച്ചയുടെ ഘട്ടങ്ങൾ, ചവിട്ടുപടികൾ നമ്മൾ കൃത്യമായിട്ട് ചവിട്ടി കയറിയില്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം എത്താൻ നമുക്ക് സാധിക്കുകയില്ല. അത് വളരുന്നതിനനുസരിച്ച്, ഒരു കുടുംബം വളരുന്നതിനനുസരിച്ച് വേറിട്ട് മറ്റൊരു കുടുംബമായി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു അസോസിയേഷനിൽ നിന്ന് പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി തുടക്കം കുറിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിഞ്ഞുളീന് സഹോദരിമാര് 10-28 കൊല്ലം മുൻപ്, അല്ലെങ്കിൽ 10-20 കൃത്യമായിട്ട് കൊല്ലം എനിക്കറിയില്ല, 1992 തോന്നുന്നു അവര് ഒഫീഷ്യലായിട്ട് ഈ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചത്. ചെറിയ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് വളർന്ന് 8 പേര് 10 പേരായിട്ട് തുടങ്ങിയ ഒരു കമ്മ്യൂണിറ്റി ഇന്നിവിടെ 500 മലയാളികളോളം ഏകദേശമുള്ള ഒരു കമ്മ്യൂണിറ്റിയായിട്ട് നമ്മൾ വളർന്നു. തീർച്ചയായിട്ടും അവിടെ ഒരു ഇടവകയുടേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ രൂപീകരിക്കുക, ഒരിക്കലും ഇവിടെ ഒരു ഇടവക ഇപ്പോൾ നമ്മൾ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഇടവകയുടേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്താനായിട്ടുള്ള ഇടവകയുടേതായിട്ടുള്ള റൂമില് 10 കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളവിടെ റൂമിലത്തെ ഒരു കമ്മ്യൂണിറ്റിനെ 10 ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ 10 സെന്ററുകളായിട്ട് ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ മിലാനില്, നാപ്പോളിയിൽ, സലേർണോയില്, പിന്നെ സിച്ചീലിയ, ഇങ്ങനെ എല്ലാ സെന്ററുകളും ഇതുപോലെ തന്നെ നമ്മളോടൊപ്പം തന്നെ വളർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. സവോണ എല്ലാം. അപ്പോൾ നമ്മൾ മാത്രമല്ല, അല്ലെങ്കിൽ ജനോവയിൽ മാത്രമല്ല ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്കുണ്ടാകണം. നമ്മളെല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കടപ്പെട്ടവരാണ് എന്നുള്ളൊരു ചിന്ത. തീർച്ചയായിട്ടും ഈ ജനോവ സ്റ്റാലിയൻസ് ഇവിടെ ഇന്ന് ആരംഭം കുറിക്കുമ്പോൾ അവർ ഓഫർ ചെയ്തതനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം അനുസരിച്ച് പള്ളിയുമായിട്ട് അല്ലെങ്കിൽ പള്ളി കമ്മ്യൂണിറ്റിയുമായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് മുന്നിട്ട് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. തുടർന്നും എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന്, പള്ളി കമ്മ്യൂണിറ്റിയുടെ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനായിട്ട്, ആന്റണി സൂചിപ്പിച്ചതുപോലെ വിശ്വാസം അത് ആഴപ്പെടാനുള്ളതാണ്, അത് പങ്കുവയ്ക്കാനുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികളെ കൂടി അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇക്കാര്യത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കൾച്ചറ്, നമ്മുടെ വിശ്വാസ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് പരിശ്രമിക്കണം. തീർച്ചയായിട്ടും ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ കൾച്ചറിലും നമ്മൾ ജീവിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടേത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട്, അത് അന്യം വന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ സ്ഥിതി, കുടുംബത്തിൻ്റെ ഭദ്രത അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതൊരിക്കലും വന്നു പോകാതിരിക്കാനായിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ അല്പം ത്യാഗം ചെയ്താണെങ്കിലും, ഒരുപക്ഷെ കുട്ടികൾ ഇവിടുത്തെ സാഹചര്യത്തിൽ നമ്മൾ വളർന്ന് കാണുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷെ അതിൻ്റെ കുഴപ്പം നമുക്ക് മനസ്സിലാകുന്നത് കുറേ കഴിയുമ്പോഴാണ്. നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസരത്തിലാണ് നമുക്ക് ആ കുഴപ്പം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കരുത് എന്ന് പ്രത്യേകം നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ 5-8 കൊല്ലമായിട്ട് ഇറ്റലിയിൽ വന്നിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട്, പള്ളിയിൽ നിന്ന് അകന്നു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ജനോവ സ്റ്റാലിയൻസിൻ്റെ ഈ ക്ലബ്ബ് ഔദ്യോഗികമായിട്ട് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവർക്കും ബഹുമാനപ്പെട്ട ബെന്നിച്ചേട്ടൻ ഇവിടെ കുറേ പരിചയമുള്ള ഒരാളാണ്, കുറേ കാലങ്ങളായിട്ട് ഇവിടെ ജനോവയിലുള്ള ഒരാളാണ്. അതോടൊപ്പം തന്നെ അതിന് മറ്റു ഭാരവാഹികൾ ആന്റണി, പിന്നെ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കണം, ബോബി, അതുപോലെ തന്നെ സിജു, അവരുടെയൊക്കെ അസാന്നിധ്യമുണ്ടെങ്കിലും അവരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. മറ്റ് ഭാരവാഹികളായിട്ടുള്ള കമ്മിറ്റി അംഗങ്ങൾ, പിന്നെ വലിയൊരു യുവനിര ഇവിടെ തന്നെയുണ്ട്. പുതിയതായിട്ട് വന്നിട്ടുള്ളവരും പഴയതായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ വലിയ ഒരു ശക്തി നമ്മുടെ ഇതിലുണ്ട്. ഒപ്പം തന്നെ കുട്ടികൾ, വളരെ ചെറിയ പ്രായത്തിൽപ്പെട്ടവർ പോലും, ജസ്റ്റിൻ, ആൽവിൻ, അവരൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. അതിന് എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് എല്ലാ അസോസിയേഷനുകളും, പ്രത്യേകിച്ച് ജ്ഞാനായ അസോസിയേഷൻ പ്രസിഡന്റ് ഇവിടെയുണ്ട്. ജ്ഞാനായ അസോസിയേഷൻ, റോയൽ സ്റ്റാർസ്, മാഗ്, ഇതിൻ്റെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ
സ്റ്റാലിയൻസിനും ഉണ്ടാകണം, അതോടൊപ്പം തന്നെ പള്ളിയുടെ കാര്യങ്ങളിലും ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു പ്രവർത്തനം ഈ ജനോവ സ്റ്റാലിയൻസ് വഴി കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ടി ഈ ജനോവ സ്റ്റാലിയൻസ് ഇന്ന് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. Now we invite President Benny Kakaraka and Sister Julia on the stage for the launching ceremony.